നെൽക്കതിരുകൾക്കിടയിലൂടെ കാശി നടന്നകന്നു. ഭക്ഷണവും കഴിച്ച് കൈ കഴുകുന്നതിനിടയിൽ ശ്യാമള കൊടുത്തുവിട്ട തോർത്തുമായി യശോദ കാശിക്കരികിലേക്ക് വന്നു. നീ പോയി റെഡി ആയിട്ട് വാ, നമുക്ക് ഒരിടം വരെ പോവാനുണ്ട്. കൈ തുടയ്ക്കുന്നതിനിടയിൽ കാശി അവളോട് പറഞ്ഞു. തന്റെ ഭർത്താവ് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ആദ്യമായി തന്നോട് സംസാരിച്ചതിലുള്ള കൗതുകത്തിലും പോകുന്നത് എങ്ങോട്ടാണെന്നുള്ള ആകാംക്ഷയിലും അവളുടെ കണ്ണുകൾ ആശ്ചര്യമുളവാക്കിയിരുന്നു. അവൾ ഓടിച്ചെന്ന് ശ്യാമളയോട് കാര്യം പറഞ്ഞു. അവർ സന്തോഷത്തോടെ അവളെ ഒരുങ്ങാൻ റൂമിലേക്ക് പറഞ്ഞുവിട്ടു. ഇങ്ങനെയൊരു മാറ്റം കാശിയിൽ ഉണ്ടായത് ശ്യാമളയിലും അത്ഭുതമുണ്ടാക്കി. അവർ വേഗം മാഷിന്റെ അടുത്തുപോയി കാര്യം പറഞ്ഞു. നിറകണ്ണുകളോടെ തന്റെ മുൻപിൽ നിൽക്കുന്ന ശ്യാമളയെ ഹരിദാസൻ മാഷ് സാന്ത്വനപ്പെടുത്തി. ചെറിയ മാറ്റങ്ങളൊക്കെ അനിവാര്യമല്ലേ ശ്യാമേ, ഇല്ലെങ്കിൽ യശോദ അവനെ മാറ്റിയെടുക്കും. അവൾ മിടുക്കിയ. അവരുടെ സംഭാഷണത്തിനിടയ്ക്ക് കാശിയും യശോദയും റെഡിയായി ഉമ്മറത്തേക്ക് വന്നു. രണ്ടുപേരും യാത്ര പറഞ്ഞ് ഇറങ്ങി. കാശി വീടിന്റെ ഒരു വശത്ത് നിർത്തിയിട്ടിരിക്കുന്ന ബൈക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. കാറ് എടുക്കാരുന്നില്ലേ മോനെ, അവൾക്കു ഇതൊന്നും ശീലമില്ലാത്തതല്ലേ. ബൈക്കിന് തൊട്ടടുത്ത് കിടക്കുന്ന അംബാസഡർ നോക്കിക്കൊണ്ട് ശ്യാമള പറഞ്ഞു. 2 പേർക്ക് വേണ്ടി എന്തിനാ അമ്മ ഇത്ര വലിയ വണ്ടി, എനിക്കും ഇതാ കംഫോർട്ട്. പിന്നെ ശീലങ്ങൾ ഇങ്ങനെ ഒക്കെയല്ലേ ഉണ്ടാക്കിയെടുക്ക. അവൾ ഓക്കെയാണ് അല്ലേ യശു? അവൻ പുറകിൽ ഇരിക്കുന്ന യശോദയെ നോക്കി ചോദിച്ചപ്പോൾ നാണം കൊണ്ട് അവളൊന്ന് തലയാട്ടി. ശ്യാമളയ്ക്കും അവന്റെ പെരുമാറ്റത്തിൽ കൗതുകം തോന്നി.